ഹായ് എവ്രി വൺ, ഞാൻ മുഹമ്മദ് അലി, എക്സിക്യൂട്ടീവ് വൈറ്റ് ഡയമണ്ട് ആൻഡ് VSC മെമ്പർ ഓഫ് ഇൻഡസ് വിവ. ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് ഞാനും എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് അഥവാ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഏറ്റവും ഒരു ക്ലോസ് ഫ്രണ്ടും അതോടൊപ്പം ഇന്ന് കമ്പനിയുടെ ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡറും VSC മെമ്പറുമായിട്ടുള്ള മിസ്റ്റർ രാജേഷ് കുമാർ സാർ, അദ്ദേഹമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ളൊരു സെഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിവേ നമുക്ക് രാജേഷ് സാറായിട്ടൊന്ന് സംസാരിക്കാം. ഹായ് രാജേഷ് ചേട്ടാ. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ്? വളരെ സന്തോഷം. നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ ഒരുമിച്ച് നിന്ന് സംസാരിക്കാൻ പറ്റുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വന്നുകൊണ്ടാണ് ഇത്ര സന്തോഷത്തോടു കൂടി നമുക്ക് ശരിക്കും സംസാരിക്കാൻ പറ്റുന്നത് അല്ലേ? രാജേഷേട്ടൻ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഞാനെപ്പോഴും ആലോചിച്ചൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 വർഷം മുമ്പ് നമ്മൾ ഇൻഡസ് വിവ ബിസിനസ്സിൽ വന്നു. ഒരുപാട് അച്ചീവ്മെൻറ്റ്സ്, നമ്മൾ സ്വപ്നതുല്യമായ നേട്ടങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഉണ്ടാക്കി. ഓക്കെ, അപ്പം ഇപ്പോൾ പല ആളുകളും യങ്സ്റ്റേഴ്സിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവരെന്തുകൊണ്ട് കുറച്ച് കാലം വന്നു പിന്നെ അവർ ഇതൊരു എന്താണ് അവർക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്തായിരിക്കും? ഇപ്പോൾ ശരി, ഞാനും ഒരുപാട് ചിന്തിച്ചൊരു കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊക്കെ ഈ ഒരു ജീവിതത്തിൽ വളർന്നു വന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും സ്ട്രഗിളൊക്കെ ചെറുപ്രായത്തിൽ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യങ്ങൾ വന്നു. എന്നാൽ ജീവിതത്തിൽ ഒരുപാട് അംബിഷൻസ് ഉണ്ട്, ആഗ്രഹങ്ങളുണ്ട്. എങ്ങനെയെങ്കിലും അത് നേടിയെടുത്തേ പറ്റുന്നുള്ളൊരു ഇൻറ്റൻഷൻ വളരെ കൂടുതലാണ്. അതേസമയം പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇൻറ്റൻഷൻ മേ ബി ആഗ്രഹങ്ങളുണ്ടാവും, വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന് വേണ്ടിയിട്ടൊന്ന് നമ്മൾ പറയില്ലേ തുനിഞ്ഞിറങ്ങുക എന്ന് പറയുന്നത്, ആ ഒരു മെൻറ്റാലിറ്റി കുറവാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നി. ശരിക്കും അതിൻ്റെ ഒരു റീസൺ ആയിട്ട് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നിയ എൻ്റെ ഒരു ഫീലാണ്, അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. ശരിക്കും ഒരു ഡിസിപ്ലിൻ്റെ അഭാവമാണോ എന്നുള്ളത്. അത് കാരണം പുതിയതായിട്ട് വരുന്ന ഒരുപാട് ആളുകളിൽ ഈ ഒരു ഡിസിപ്ലിൻ്റെ അഭാവം അവരിലുണ്ടോ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലോചിച്ചൊരു ഘടകം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഹാബിറ്റായി മാറുമ്പോൾ നമുക്കത് എന്തായിട്ട് മാറും? ഒരു അഡിക്ഷനായിട്ട് മാറും. അപ്പം നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ നമ്മളൊക്കെ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും വരുമാനം വാങ്ങിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഈ പുതിയ ആളുകൾക്ക് ആ ഒരു ഫീൽ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പുതിയ ആളുകൾ എനിക്ക് തോന്നുന്നു ഒരു ആഴ്ചയിൽ ഇൻകം അത് ചെറുതാണെങ്കിലും കുറച്ച് കൂടുതലുണ്ടെങ്കിലും കിട്ടിയാൽ അത് വളരെ ഹാപ്പിയാണ്. പിന്നെ അത് തീർമ്പം അടുത്ത് നോക്കിയാൽ മതി എന്നൊക്കെ, എവറി വീക്ക് വേണമെന്നൊരു ലെവലിലേക്കുള്ള അങ്ങനെ ഒരു ആവേശം വളരെ കുറവാണ്. മേ ബി ചിലപ്പം ഒരു പക്ഷേ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഈ പട്ടിണിയും പ്രാരാബ്ദം ആ ഒരു ലെവലിൽ ജീവിച്ചുകൊണ്ട് വരുമാനം പൈസയുടെ വാല്യൂ നമുക്ക് അറിയാം. അതില്ലാതെ ജീവിക്കാൻ പറ്റുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ആളുകളാണ്. മേ ബി ചിലപ്പോൾ പുതിയ തലമുറ മെജോറിറ്റി ആളുകളും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അവർക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. പിന്നെ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഡിസിപ്ലിൻ തീർച്ചയായിട്ടും ഒരു പ്രധാന ഘടകം തന്നെയാണ്, യാതൊരു സംശയമില്ല. കാരണം ഈവൻ നമ്മുടെ കാര്യങ്ങളാണെങ്കിൽ പോലും ചെറുപ്രായത്തിൽ തന്നെ ഈ പറഞ്ഞ ഉത്തരവാദിത്തങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം നമുക്ക് വേറെ ഒന്നിലേക്കും നമ്മളെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് ഒരു ട്രാക്കിലൂടെ പോയേ പറ്റുള്ളൂ, വേറെ വഴിയില്ല, വേറെ രക്ഷയില്ല. അപ്പം അതൊരു പ്രധാന ഘടകമാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഡിസിപ്ലിൻ തീർച്ചയായിട്ടും വേണം. ഓഫ് കോഴ്സ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ബിസിനസ് അവസരത്തിൽ നമ്മളെ സംഭവിച്ചിടത്തോളം എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ തുടക്ക സമയത്ത് എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഈവൺ ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിലും അത് വേണം, കിട്ടിയേ പറ്റുന്നുള്ളതൊരു ഒരു വാശിയായിട്ട് തന്നെ നമ്മൾ എനിക്ക് തോന്നിയൊരു കാര്യം അതാണ്. ഇപ്പം നമ്മൾ തുടക്കം മുതലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഒരു ചെറിയതാണെങ്കിലും എല്ലാ ആഴ്ചയും ബ്രേക്ക് ചെയ്യാതെ വരുമാനം വാങ്ങണം എന്നുള്ളൊരു ഫീല് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു അഭാവം ഇപ്പോൾ എല്ലാവരിലും ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മളെ ഇൻകം നമ്മൾ കൂട്ടിയിട്ടുണ്ട്, പക്ഷേ ആദ്യം നമ്മൾ ചെറിയ ഇൻകം ടാർഗറ്റ് ചെയ്ത് ഒരാഴ്ച അറ്റ്ലീസ്റ്റ് വ്യാഴാഴ്ച വരെ ഒന്നും ആയില്ലെങ്കിലും വെള്ളിയാഴ്ചയെങ്കിലും നമ്മൾ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു പ്രൊഡക്റ്റ് വിൽക്കുകയെങ്കിലും ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു 500 രൂപയെങ്കിലും നമ്മുടെ റീറ്റെയിൽ പ്രോഫിറ്റ് കയറാൻ. ഈവൻ നമ്മുടെ ബോണസ് ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഓരോ ആഴ്ചയിലുള്ള വരുമാനത്തിൽ ഒരിക്കലും സീറോ വരുന്നത് ചിന്തിക്കാൻ പറ്റില്ല. ഇൻകം ഇല്ലാത്ത ഫീല് ഒരു പുതിയ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കൂടെ ബിസിനസ്സിൽ വരുന്ന ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു ഘടകം. കാരണം അതുകൂടെ ഉള്ളതായിരുന്നെങ്കിൽ ശരിക്കും അവരിലും ഈ പറഞ്ഞ പോലെ രണ്ടാമതൊരു ഘടകം നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്. കഷ്ടപ്പാട് അറിഞ്ഞു വന്ന നമ്മളും കഷ്ടപ്പാട് അറിയിക്കാതെയാണല്ലോ ഇപ്പോൾ പാരൻസ് പുതിയ ജനറേഷനെ വളർത്തുന്നത്.
അപ്പോൾ ആ ഒരു ഫീല് അവർക്കത് അറിയാത്തത് കൊണ്ട് തന്നെ അവർക്കത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഫുൾ ഫ്ലോയിൽ അവർക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. വെരി ഗുഡ്. അല്ല, അപ്പോൾ നമ്മളുടെ എന്താ പറയുക, ഫോക്കസ് എന്ന് പറയുന്നത് അത് പ്രധാന ഘടകം തന്നെയാണ്. ഫോക്കസ് ക്ലിയർ ആയതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് പോകാനും പറ്റുന്നത്. വെരി ഗുഡ്. ഫോക്കസ് കറക്റ്റ് അല്ല എങ്കിൽ ഡിസിപ്ലിൻഡ് ആണ് ആവശ്യമില്ല, ട്രാക്കിലൂടെ പോകേണ്ട ആവശ്യമില്ല. അതെ 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 അതെ. ഇപ്പം എന്നെ തന്നെ ഞാൻ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പം നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കൃത്യമായ ഒരു ലക്ഷ്യത്തിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഓഫ്കോഴ്സ് നമ്മുടെ വൈബ്രൻറ്റ് വിവ എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്കൊരു കറക്റ്റ് ഒരു എന്ത് ചെയ്യണം, എങ്ങനെ പോകണം, എന്ത് ചെയ്യരുത്, ഇങ്ങനെയുള്ള കറക്റ്റ് ഒരു ട്രാക്ക് ഉണ്ടല്ലോ, അത് കിട്ടിയത് വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ ഒരു ഡിസൈൻഡ് സാധനം, അതും വളരെ പെർഫെക്റ്റ് ആയിട്ടൊരു സാധനം നമുക്ക് കിട്ടിയപ്പോൾ ആ ഒരു കറക്റ്റ് ട്രാക്കിലൂടെ നമുക്ക് പോകാൻ പറ്റും. ഇപ്പോൾ പ്രോഗ്രാംസ്, അതെ അതെ, ഓരോ പ്രോഗ്രാം, ഓരോ പർപ്പസ്ഫുൾ ആയിട്ടുള്ള പ്രോഗ്രാമുകളുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ രാജേട്ടാ, അപ്പോൾ ഇതിൽ ഇപ്പോൾ ഞാൻ ചിന്തിക്കണം, അപ്പോൾ നമുക്ക് നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ് ഇതൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിരുന്നു. ഇപ്പോൾ ഇത് പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് നമ്മുടെ നിലവിലുള്ള നമ്മുടെ ലീഡേഴ്സ് ഇത് പറഞ്ഞു കൊടുക്കാത്ത പോരായ്മ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് നമുക്കൊരു ഫീൽ, ഡ്യൂപ്ലിക്കേഷൻ്റെ കുറവ് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് തീർച്ചയായിട്ടും. കാരണം ഇപ്പം നമ്മളതിന് മുമ്പ് പല സമയത്ത് നമ്മൾ സംസാരിച്ച കാര്യമാണ്. ഇപ്പം നമ്മളുടെ ആ ഒരു ഈ തീവ്രത, ആ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ ജനറേഷനിലേക്ക് കിട്ടണില്ലല്ലോ, അല്ലെങ്കിൽ അവർ ചെയ്യണില്ലല്ലോ എന്ന് പലപ്പോഴും. അപ്പോൾ നമ്മൾ ചെയ്ത ഈ ഒരു സംഭവം നമ്മുടെ ടീമിൽ വന്നവരത് ഫോളോ ചെയ്യാൻ തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു അല്ലേ അങ്ങനെ ഒരു സംഭവം. അതെ 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 അതെ. അപ്പം ഓക്കെ, ശരിക്കും അതൊരു വലിയ റീസൺ തന്നെയാണ്. നമുക്ക് കറക്റ്റായിട്ട് വി ഒ പികൾ ഉണ്ടായിരുന്നു, പ്രോഗ്രാംസുകൾ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ, ഫൗണ്ടേഷൻ ഡയമണ്ട് അല്ലേ, കറക്റ്റ് ആ സമയത്ത് അങ്ങനെ കറക്റ്റ് ഒരു ട്രാക്കിലൂടെ ഇങ്ങനെ. അതെ അതെ, ആ ഒരു ഓരോ പ്രോഗ്രാമിന് ഓരോ പർപ്പസ് ഉണ്ടല്ലോ. VOPക്ക് ഒരു പർപ്പസ് ഉണ്ട്, അതേസമയം ബേസിക് ട്രെയിനിങ് പ്രോഗ്രാമിന് ഒരു പർപ്പസ് ഉണ്ട്, RTPക്ക് ഒരു പർപ്പസ് ഉണ്ട്, ഫൗണ്ടേഷൻ ഡൈമിന് വേറൊരു പർപ്പസാണ്. അപ്പം അതെല്ലാം ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ പ്രോസസ്സിലൂടെ ഇങ്ങനെ കറക്റ്റായിട്ട് പോകുമ്പം ഓട്ടോമാറ്റിക്കലി അതൊരു ഡിസിപ്ലിൻ ട്രാക്കിലേക്ക് പോകും. അതൊരു ഹാബിറ്റായിട്ട് മാറുമ്പം സ്വാഭാവികമായിട്ടും ആ ഒരു ഗ്രോത്ത് ഉണ്ടാവും. മാത്രമല്ല എവറി വീക്ക് ഇൻകം ഒരു ഫോക്കസ് വരും. സോ അതിന് തീർച്ചയായിട്ടും എനിക്ക് പേഴ്സണലായിട്ട് ഉള്ളൊരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ഈ പറഞ്ഞൊരു ട്രാക്കിലേക്ക് കറക്റ്റായിട്ട് കൊണ്ടുവന്നത് അലിസർ, അതുപോലെ നമ്മുടെ ജീവാൻ സാർ, നിങ്ങൾ രണ്ടുപേരും ശരിക്കും ആ ഒരു കറക്റ്റ് ട്രാക്കിലേക്ക് എന്നെ കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ്. ഇപ്പം ജീവാൻ സാർ ഓഫ്കോഴ്സ് അദ്ദേഹം നമ്മളെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു, ടൈം ടു ടൈം കാര്യങ്ങൾ പറഞ്ഞു തന്നു, എന്തൊക്കെയാണ് കൃത്യമായി ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യരുത്, എങ്ങനെ പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു നമുക്ക് ആ ഒരു വേവ് ലെങ്ത്തിലേക്ക് മാറാൻ പറ്റിയത്. നമ്മളത് അടുത്ത ജനറേഷനിലേക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തു. പക്ഷെ അവിടുന്ന് അത് പിന്നെ അത് മറ്റു ജനറേഷനിലേക്ക് പോകുന്നത് കുറവാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അതിൽ ചിന്തിച്ചൊരു കാര്യം എന്താണെന്ന് പറയുക ചേട്ടാ, ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആളുകൾ ഇപ്പോൾ ശരിക്കും എഡ്യൂക്കേഷൻ മേ ബി കൊടുക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ പുതിയൊരാൾ നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ആ പുള്ളിക്ക് എഡ്യൂക്കേഷൻ ആളുകൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ പുള്ളി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ളൊരു ഹാബിറ്റ് പുള്ളിക്കുണ്ട്. ഇപ്പോൾ രാവിലെ ചിലപ്പം അധികം നേരം കിടന്നുറങ്ങുക, അല്ലെങ്കിൽ വേറെ അദ്ദേഹത്തിൻ്റെ ജോലിയിലേക്ക് പോവുക. ഈ ഹാബിറ്റ് ചേഞ്ച് ചെയ്യാൻ നമ്മുടെ ആളുകൾ തയ്യാറാവുന്നില്ല എന്നൊരു ഫീല് അതെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നോളജ് കൊടുക്കുന്നതോടൊപ്പം അവരുടെ ഹാബിറ്റ് നമ്മൾ എന്താക്കാൻ പറ്റണം, ഒന്ന് ചേഞ്ച് ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ശരിക്കും അവർ നമ്മുടെ ട്രാക്കിലേക്ക് കയറി ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫ്ലോയിലേക്ക് എത്തുമെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ആക്കാൻ നമ്മുടെ ലീഡേഴ്സ് തയ്യാറായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കൂടെ വന്ന ആളുകൾ ഇപ്പോൾ ആ ഒരു ഹാബിറ്റ് ചേഞ്ച് ചെയ്യിപ്പിക്കുക എന്നുള്ള ലെവലിലേക്ക് അവർ മാറുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തിയ ഒരു കാര്യം. അതിനോട് നിങ്ങൾ യോജിക്കുന്നു? തീർച്ചയായിട്ടും അതെ. അപ്പം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഒരു സക്സസ്ഫുൾ ആകാൻ 100% ഉറപ്പുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പം തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ട്രാക്കിലേക്കുള്ളൊരു ഫോക്കസ്, ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്ക് വരണം, ഒരു ഡെഡിക്കേഷൻ. അപ്പം പ്രയോറിറ്റി എന്ന് പറഞ്ഞൊരു സാധനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള ലെവലിലേക്ക് വന്നുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഹാബിറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ അതിന് ജീവാൻ സാറിനൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റി. കറക്റ്റ്. ഇപ്പോഴുള്ള ആളുകൾ അതിന് മെനക്കെടുന്നില്ല, അല്ലെങ്കിൽ അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഞാൻ കണ്ടെത്തിയൊരു കാര്യം. കാരണം അതിന് നമുക്കൊരു എഫേർട്ട് ഉണ്ട്.
ഇപ്പം ഞാൻ രാജേഷ് സാറിൻ്റെ ഒരു ഹാബിറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ രാവിലെ എത്തി നിങ്ങളെ കൂടെ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്ത് ഒരുമിച്ച് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ ഞാൻ കുറച്ച് പണിയെടുക്കണം. അതിന് നമ്മുടെ ആളുകൾ തയ്യാറാവാത്തത് ഇതിൻ്റെ ഒരു പരിമിതിയായിട്ട് എനിക്ക് തോന്നിയ ഒരു ഘടകമാണ്. ഇപ്പം നമ്മുടെ കൂടെയുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള പല നമ്മുടെ കൂടെയുള്ള ടീമിലുള്ള ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ പോലും അവരൊക്കെ നമ്മൾ ഇതുപോലെ ഈ പറഞ്ഞ പോലെ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയാണ്. ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറക്കിയത് കൊണ്ടാണ്, അതൊരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് ചെയ്തത് കൊണ്ടാണ് അവർക്കതൊരു മാറ്റം ഉണ്ടായത്. അതിപ്പോൾ പുതിയ ആളുകൾ അതിൽ ഫോളോ ചെയ്യുന്നില്ല. അൾട്ടിമേറ്റ്ലി എനിക്ക് തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. ഞാൻ ഡേ 1 അൽസാറിനെ പോലെ ഞാൻ ഡേ 1 ഫുൾ ടൈം ആയിട്ട് ഇറങ്ങിയതാണ്, കപ്പൽ കത്തിച്ചിറങ്ങിയതാണ്. അപ്പോൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ സംഭവിച്ചിടത്തോളം മൈ ബ്ലൈൻഡ് ബിലീഫ്, ജീവാൻ സാറിലുള്ള ബ്ലൈൻഡ് ബിലീഫ്, ആ ഒരൊറ്റ കാര്യത്തിലാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. ആ ഒരു വിശ്വാസം, ലീഡറെ ടീമിൽ വന്നവരെ ലീഡറും വിശ്വസിക്കുന്ന ഒരു ഇന്ററായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വിശ്വാസം അല്ലേ, അത് ശരിക്കും ഒരു വലിയൊരു ഘടകമാണ്, വിജയത്തിന്റെ വലിയൊരു ഘടകമാണ്. കാരണം അങ്ങനെ ഒരു ട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പം അദ്ദേഹമാണെങ്കിലും ഇപ്പം അലിസാറാണെങ്കിലും പല കാര്യങ്ങളും എനിക്ക് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുതെന്ന് പറഞ്ഞു തരുമ്പം അത് മറിച്ചൊരു ചോദ്യം ചോദിക്കാതെ നമ്മളത് ഫോളോ ചെയ്യും. അതാ ട്രസ്റ്റ് ഉള്ളതുകൊണ്ട്. കാരണം ഈ ബിസിനസ്സിൽ എന്താ പറയുക, നമ്മുടെ കൂടെ വരുന്ന ആളുകളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. നമുക്ക് വിജയിക്കാനുള്ള മാർഗം അതാണ്. അപ്പോൾ ലീഡേഴ്സ് നമുക്ക് എന്ത് പറഞ്ഞു തന്നാലും അത് നമ്മുടെ നല്ലതിനാണ് എന്നുള്ളത്, നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളതാണ്, അനുകൂലമാണ് എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ ഫീഡഡ് ആയി. ആ ഒരു ഫീലിംഗ് ഇപ്പോൾ പുതിയ ആളുകൾക്ക് ഇല്ല, കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പം അത് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിൻ്റെ വഴിക്ക് പോകും. പ്ലസ് എല്ലാ ആളുകളിലും ഈ പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു ട്രസ്റ്റും അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് ചേഞ്ചിങ്ങും ഈ ഒരു ഫോക്കസും ഡിസിപ്ലിനും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരുടെയും എല്ലാ ആളുകളുടെയും വർക്കുകൾ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ അത് വലിയൊരു ടീം വർക്കായിട്ട് വലിയൊരു റിസൾട്ടിലേ ഉണ്ടല്ലോ. ശരിക്കും അതിന് നമ്മുടെ വൈബ്രന്റ് വിവ എഡ്യൂക്കേഷൻ സിസ്റ്റം നന്നായിട്ട് അല്ലേ, എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം അവർ നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യും. ശരിക്കും നമ്മളത് ഫോളോ ചെയ്യേണ്ട മാത്രം കാര്യമുള്ളൂ. അത് ഈ പറഞ്ഞ പുതിയതായിട്ട് വരുന്ന ആളുകളിലേക്ക് അത് ഡീപ്പായിട്ട് എത്തണം. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് ഉറപ്പ് വരുത്തിയാൽ അത് പക്ഷേ ഒരു ഡിസിപ്ലിൻ ആയിക്കോട്ടെ, ഹാബിറ്റ് ചേഞ്ചിങ് ആയിക്കോട്ടെ, ഒരു സുപ്രഭാതത്തിലുണ്ടാകുന്ന കാര്യമല്ല. അത് ആ നിരന്തരമായിട്ടത് ചെയ്ത് തന്നെ വരണം. ശരിക്കും നമുക്ക് ഉണ്ടായിരുന്ന ഒരു പാഷൻ ഇപ്പൊ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് ഇല്ല എന്നൊരു തോന്നൽ അല്ലേ, ഒരു ക്രൈസ് ഉണ്ട്. നമുക്ക് ഇറങ്ങി ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ആവണം, സൊസൈറ്റിയിൽ എന്തെങ്കിലുമൊക്കെ ആവണം, അല്ലെങ്കിൽ നമുക്കും പ്രൂവ് ചെയ്യണം. നമ്മൾ ഇതുവരെ ഒന്നും അല്ലായിരുന്നു, ഇപ്പം എന്തെങ്കിലുമൊക്കെ ആവണം, ഇത് പ്രൂവ് ചെയ്യണം, ഇതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെടാനും നമ്മൾ അതിനു വേണ്ടി തയ്യാറായിരുന്നു. പക്ഷെ ആ ഒരു തയ്യാറെടുപ്പ് മറ്റുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് ഇല്ല എന്നുള്ളൊരു ഫീലും നമുക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ. അതെ തീർച്ചയായിട്ടും. ഓക്കെ ഫൈൻ. ഇപ്പം അതിൽ എനിക്ക് തോന്നിയ അതിൻ്റെ കൂടെ തോന്നിയിട്ടൊരു കാര്യം, ഇപ്പം ഡിസിപ്ലിനും ഉണ്ട്, സെൽഫ് ഡിസിപ്ലിനും ഉണ്ട്. സെൽഫ് ഡിസിപ്ലിൻ രണ്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഉദാഹരണം പറയും, ഇപ്പോൾ നമ്മളിപ്പം ഒരു വണ്ടി ഓടിച്ച് പോവാം, ബൈക്ക് ഓടിച്ച് പോവുകയാണ്, അല്ലെങ്കിൽ കാർ ഓടിച്ച് പോവുകയാണ്, ഹെൽമെറ്റ് ധരിക്കണം, അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് പോകണം. ഞാൻ കണ്ടിട്ടുണ്ട് പല ആളുകളും ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യണത്, സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വണ്ടി ഓടിച്ച് പോകുന്നൊക്കെ. വല്ല പോലീസ് ചെക്കിങ്ങോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ആ സമയത്ത് അത് ഡിസിപ്ലിനാണ്. അതേസമയം മറ്റൊരു ഓപ്ഷൻ അവരുടെ മുമ്പിലുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഹെൽമെറ്റ് ഇട്ടിട്ടോ അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടോ അത് സെൽഫ് ഡിസിപ്ലിനാണ്. അപ്പം വൈബ്രന്റ് വിവ നമുക്ക് തരുന്നത് ശരിക്കും പറഞ്ഞാൽ ഡിസിപ്ലിനാണ്. അത് ലീഡേഴ്സിന്റെ ഒരു പുഷിങ്ങോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ സ്വയം തോന്നി അത് ഫോളോ ചെയ്യാന്നാണ് സെൽഫ് ഡിസിപ്ലിനാണ്. വെരി ഗുഡ്. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ആളുകൾ വന്നു കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന, ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലും വലിയ അൺബിലീവബിൾ ആയിട്ടുള്ള ചേഞ്ചസ് അല്ലേ ഉണ്ടായിട്ടുള്ളത്. ഉറപ്പായിട്ടും. ഇതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ആളുകൾക്ക് വരുമാനം ഒരാഴ്ച ഇല്ലെങ്കിൽ അവരാലോചിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ എന്താ കുഴപ്പം, ഒരാഴ്ച വരുമാനം ഇല്ലെങ്കിലും അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഈ ആഴ്ച വരുമാനം ഇല്ല, അടുത്ത ആഴ്ച എടുക്കാമല്ലോ എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാഴ്ച നമുക്ക് വരുമാനം ബ്രേക്ക് ആയാൽ നമ്മളൊരു 3 മാസം പിറകോട്ട് പോവാണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു ഫീൽ അല്ലേ. അത് എന്താ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കാരണം ഇത് ഒരു സാധാരണക്കാരന് ലൈഫിൽ ഒരു സക്സസ്ഫുൾ കാറ്റഗറിയിലേക്ക് എത്താനുള്ളൊരു
ഒരു ചാൻസാണ് അല്ലേ. നമ്മൾ പറയാറുണ്ട് സക്സസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണെന്ന് പറയാറ്. അപ്പോൾ ആ പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ ആ നോൺ സ്റ്റോപ്പ് അത് നടന്നുകൊണ്ടേയിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെഫിനറ്റ്ലി ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ് വീക്ക്ലി ഇൻകം എന്ന് പറയുന്നത്. ബ്രേക്ക് ആവരുത്. അത് അഫ്കോഴ്സ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾക്ക് മാനസികമായിട്ട് ചെറിയൊരു മടുപ്പ് വരും. ആ മടുപ്പ് അയാളുടെ വർക്കിലും എല്ലാവർക്കും എഫക്റ്റ് ചെയ്യും, ഓട്ടോമാറ്റിക്കലി പുറകോട്ട് പോകും. അപ്പം അവിടെ ശരിക്കും പറഞ്ഞാൽ ലീഡർഷിപ്പിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഇൻകം കൃത്യമായിട്ട് അയാൾക്ക് കിട്ടണം എന്നുള്ളത് അവിടെ ഒരു കെയറിങ്ങും വേണം, ഒരു ലീഡറുടെ ഭാഗത്തു നിന്നുള്ളൊരു കെയറിങ് കൂടെ വേണം. ഇപ്പം നമ്മളൊക്കെ ചെയ്തിട്ടുള്ള കാര്യം ഇപ്പം ഓരോരുത്തരുടെയും പെർഫോമൻസ് അല്ലെങ്കിൽ വീക്കിലി അവരുടെ ഐഡിയുടെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തുടക്കം മുതലേ നമ്മൾ എഴുതി വെച്ചിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ ഒന്ന് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമ്മൾ വിളിച്ച് പറയും ഐ ഡി ആക്റ്റീവ് അല്ലെങ്കിൽ ഐ ഡി ആക്റ്റീവ് ചെയ്യണം, ഈ ആഴ്ച ഇൻകം വാങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു കെയർ ലീഡേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ശരിക്കും വരണം അല്ലേ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കൊഴിഞ്ഞുപോക്ക് നമുക്ക് നിർത്താൻ പറ്റും അല്ലേ. ശരിക്കും അതല്ലേ അതിൻ്റെ ഒരു. ഇപ്പോൾ ശരിക്കും പലരുടെയും ഗ്രോത്തിന് തടസ്സമായി നിൽക്കുന്ന ഏറ്റവും വലിയൊരു ഘടകം ഈ കൺസിസ്റ്റൻസിൻ്റെ അഭാവമാണ് അല്ലേ. പലപ്പോഴും ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, പക്ഷെ അവരെ നിലനിർത്താൻ ഇവർക്ക് പറ്റുന്നില്ല. അപ്പോൾ ഈ കൊണ്ടുവരുന്ന എഫേർട്ടില്ല ശരിക്കും ഒരാളെ നിലനിർത്താൻ. ഒരാളെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നതും ആ കൊണ്ടുവന്ന ആളെ പൊക്കിയെടുക്കുക എന്നുള്ള രണ്ട് ഘടകങ്ങളാണ്. ഇതിൽ ഒരാളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഘടകം. അയാളെ പൊക്കിയെടുക്കുക എന്നുള്ളത് അത്ര പണിയുള്ള ഒരു കാര്യമല്ല. പക്ഷെ കിട്ടിയ ആളെ നന്നാക്കുന്നതിന് പകരം ഇവർ വീണ്ടും പുതിയ ആളുകളെ തിരഞ്ഞു പോവുകയാണോ എന്നുള്ളൊരു ഡൗട്ട് അല്ലേ. കറക്റ്റ് ആ ഒരു സംഭവം ഫീൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പം എല്ലാ ആളുകളിലും ഒരു പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്. ഒരാളെ നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല, എല്ലാവരിലും ഉണ്ട്. അപ്പം ആ ഒരു പൊട്ടൻഷ്യാലിറ്റി തിരിച്ചറിഞ്ഞ് അത് അയാൾക്ക് ഫുൾ ഫ്ലോയിൽ ഉപയോഗിക്കാനുള്ളൊരു സാഹചര്യം നമ്മൾ ലീഡർഷിപ്പ് ലെവലുള്ള ആളുകൾ ഒരു വർക്ക് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ലീഡർഷിപ്പ് ലെവലുള്ള ആളുകൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ചെയ്യണം. അത് ചെയ്താൽ ഈ പറഞ്ഞ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലുള്ള ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫോളോ ചെയ്യും, സിമ്പിളായിട്ട് അത് ഫോളോ ചെയ്യും. ഇപ്പം നമ്മളുടെ ഈ ഒരു ബിസിനസ്സിൻ്റെ ഈ ഒരു ജേണി ഇതുവരെയുള്ള ഒരു 8 ഇയേഴ്സിലെ ജേണി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് സമ്മറൈസ് ചെയ്ത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സെൽഫിഷും ആവണം, അതേസമയം സെൽഫ്ലെസ്സും ആവണം. സെൽഫിഷ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പേഴ്സണൽ ഗോൾ എന്നുള്ളതാണ് സെൽഫിഷ്. അതേസമയം അത് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ടീമിൽ ഓരോ ആളുകളുടെയും ഗോളുകൾ എന്താണെന്നുള്ളത് ക്ലാരിഫൈ ആക്കുക, അത് നേടിയെടുക്കാൻ അവരെ റിലൻറ്റ്ലെസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാം. ഒരുമിച്ച് കൂടെയുള്ള ആളുകളെ അവരുടെ ഗോളുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടീം വർക്കിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വലിയൊരു സക്സസ് ഉണ്ടാവുക. അത് നമ്മൾ ഒരു ലീഡർഷിപ്പിലുള്ള ആളാണെങ്കിലും ശരി, ഏത് ലീഡറാണെങ്കിലും ശരി, ടീമിലുള്ള ആളുകളെ അൺകണ്ടീഷണലായിട്ട് സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് സെൽഫ്ലെസ് ആണ്. സെൽഫിഷും ആവണം, സെൽഫ്ലെസ്സും ആവണം. അതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് എൻ്റെ അഭിപ്രായം സെൽഫ്ലെസ് ആണ്. കാരണം അതാണ് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ബിസിനസ്സിൽ കൺസിസ്റ്റൻസി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാക്കി തരണം. അപ്പം അതിന് ഓഫ് കോഴ്സ് ഇത് പറഞ്ഞതുപോലെ നമുക്ക് അപ്പോൾ ഒരു ടീം കറക്റ്റ് ഒരു ടീമിൻ്റെ കൾച്ചർ ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ ആക്കി മാറ്റുക എന്നുള്ളതാണ് ശരിക്കും അതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗം. ഈ ഒരു ഇൻഡസ്ട്രിയുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന ഈ ഒരു ഇൻഡസ്ട്രിയുടെ തന്നെ എനിക്ക് ഏറ്റവും അതിമനോഹരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും അയാളുടെ ജീവിതത്തിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ ഈ ഓപ്പർച്യൂണിറ്റിയിലൂടെ പറ്റും. അതിന് കൂടെ വരുന്ന ആൾക്കാരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കാൻ അവരെ അൺകണ്ടീഷണലായിട്ട് സപ്പോർട്ട് ചെയ്താൽ മതി. അല്ലേ, അത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ചെയ്യാൻ പറ്റും. അത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഈ ബിസിനസ് വലിയൊരു ബ്യൂട്ടിയാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. ശരിക്കും ഞാൻ എൻ്റെ ഒരു ഫീൽ ഇപ്പോൾ നമ്മൾ ഏതായാലും ഒരു കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ന് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ ഒരുപാട് എണ്ണം ഉണ്ട്, നല്ല പ്രൊഡക്റ്റുള്ള ഒരുപാട് കമ്പനികളുണ്ട്. പക്ഷേ നമ്മുടെ കമ്പനി കൊടുക്കുന്നത് പോലുള്ള ഒരു പേ ഔട്ട് ഇൻകം, ഹൈ ഇൻകം, ഹ്യൂജ് ഇൻകം പൊട്ടൻഷ്യലുള്ള വേറെ ഏതെങ്കിലും ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ നമ്മൾ പല കമ്പനികളും നമ്മൾക്കും എന്താ പറയുക പരിചയമുള്ള ഒരുപാട് കമ്പനികളുണ്ട്. പക്ഷേ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള
ഒരു കമ്പനി ഏത് ആംഗിളിൽ നോക്കിയാലും അത് കോമ്പൻസേഷൻ പ്ലാൻ, ഇൻകം പ്ലാൻ ആയിക്കോട്ടെ, പ്രോഡക്റ്റ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിക്കോട്ടെ, മാനേജ്മെൻറ്റിൻ്റെ വാല്യൂസ് ആയിക്കോട്ടെ, എല്ലാ ആംഗിളും നോക്കിക്കഴിഞ്ഞാലും ഒത്തിണങ്ങിയ ഒരു കമ്പനിയാണ്. ഇപ്പം ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന, അത് കമ്പനി തന്നെ നന്നായി പ്രൊമോട്ട് ചെയ്യുന്നു. അതാണ് അതിൽ ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പോൾ വൈബ്രൻറ്റ് വിവയുടെ അതിലെനിക്ക് ശരിക്കും ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉള്ളൊരു ഓർഗനൈസേഷനാണ്. യങ്സ്റ്റേഴ്സ് വരുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ 19, 20, 22 വയസ്സുള്ള ചെറുക്കന്മാർ, യങ്സ്റ്റേഴ്സ്, യങ് ബ്ലഡ്, വൈബ്രന്റ്, തിളയ്ക്കുന്ന ചോരയുള്ള ചെറുക്കന്മാർ വന്ന് മാസം 2-3 ലക്ഷം രൂപയൊക്കെ വരുമാനം വാങ്ങുമ്പം റോങ് റൂട്ടിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തെറ്റായ റൂട്ടിലേക്ക് പോകാനുള്ള സാധ്യത വരുന്ന സമയത്ത്. പക്ഷേ ഒരാൾ പോലും അങ്ങനത്തെ റോങ് റൂട്ടിലേക്ക് പോകുന്നില്ല. അത് ഈ പറഞ്ഞ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, ആ ഒരു കൾച്ചർ, അതൊരു വലിയൊരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ജനറേഷന്, യുവതലമുറയ്ക്കുള്ളൊരു ഒരു വലിയൊരു മാതൃകയാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതാണ് ഇൻഡസ്ട്രി. ട്രൂലി ഇൻസ്പയറിംഗ്. രാജേഷ് ചേട്ടാ, ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് ടൈം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റി. ഞാൻ വിശ്വസിക്കുന്ന പുതിയ ജനറേഷന് ഒരുപാട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒരുപാട് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച് രാജേഷ് ചേട്ടാ. താങ്ക് യു സോ മച്ച്. എന്തായാലും വളരെ സന്തോഷം എനിക്കും കുറച്ച് സമയം നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റിയതിൽ. ജീവിതത്തിൽ ശരിക്കും ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, നമുക്ക് ഉണ്ടാക്കിയതിനേക്കാളും മികച്ച മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത്, ഒരു വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് വിജയിക്കാൻ പറ്റുന്ന ഒരു അവസരത്തിലാണ് തീർച്ചയായിട്ടും നമുക്ക് ദൈവാനുഗ്രഹത്താൽ എത്താൻ പറ്റിയിട്ടുള്ളത്. എല്ലാ ആളുകൾക്കും ഇതിലൂടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്ത് ഉപകാരപ്പെടട്ടെ എന്ന് ഞാനും വീണ്ടും നമുക്ക് വീഡിയോകളായിട്ട് വീണ്ടും വീണ്ടും തീർച്ചയായും അത് നമുക്ക് ഉറപ്പ് കൊടുക്കാം. എനിവേ, താങ്ക് യു. ഓക്കെ, ഫൈൻ.